Good morning. Good morning. കേൾക്കുന്നില്ലേ? Okay. So last class we discussed half transform. I hope you got the exact idea about half transform. Now today we can do some problems based on image segmentation. Okay. So you can write a problem. Okay. Compute. Compute. You can write compute the magnitude of the given image. Compute the magnitude of the given image using Laplacian operator. Compute magnitude of the given image using Laplacian operator. So you can write okay. So image f of Mn can be represented as 1, 2, 3. Okay. 3, 4, 5, 5, 6, 7. Okay. So you need to calculate the magnitude of the given image using Laplacian operator. അങ്ങനെ ചെയ്യും. So you have learned the Laplacian operator and you know the Laplacian mask. Okay. So എങ്ങനെയായിരുന്നു Laplacian operator നമ്മൾ ചെയ്തത്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എല്ലാവർക്കും? ഒരു ഇമേജ് തന്നിട്ടുണ്ട്, അതിൽ Laplacian operator അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് ദ യൂസ് ഓഫ് Laplacian operator? ഇമേജ് സെഗ്മെന്റേഷനിൽ എന്തിനായിരുന്നു നമ്മൾ ലാപ്ലേഷൻ ഒക്കെ യൂസ് ചെയ്തത്? ഞാൻ നമ്മൾ എൻഹാൻസ്മെന്റിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ലാപ്ലേഷനും ഗ്രേഡിയന്റും. I mean, first order derivative and second order derivative operators. So what is the use of Laplacian operator in image segmentation? എന്തായിരുന്നു അഭിജിത്ത്? നോയിസ് എഫക്റ്റ് കളയാൻ. നോയിസ് എഫക്റ്റ് കളയാൻ ആണോ അത് നമ്മൾ ഇതിൽ പറഞ്ഞത്? എന്തിനായിരുന്നു നമ്മൾ ഗ്രേഡിയന്റ്? അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ യു ഹാവ് ലേൺഡ് ഗ്രേഡിയന്റ് ആൻഡ് ഇൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് യു ഹാവ് ലേൺഡ് ലാപ്ലേഷൻ ഓപ്പറേറ്റർ അല്ലെ? ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എൻഹാൻസ്മെന്റിലായിരുന്നു നിങ്ങൾ പഠിച്ചത് അല്ലെ? അവിടെ എന്തിനായിരുന്നു നമ്മളത് യൂസ് ചെയ്തത്? എൻഹാൻസ്മെന്റിൽ ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ പോർഷൻസ് നമ്മുടെ തേർഡിൽ പഠിച്ച പോർഷൻസ് ഇവിടെയും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഐ മീൻ ഇൻ ഇമേജ് സെഗ്മെന്റേഷൻ ഓക്കെ ദർ ഇസ് എ പോർഷൻ അല്ലേ? നമ്മൾ എന്താണ് പിന്നെ എന്തിനാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്? ഇമേജ് എൻഹാൻസ്മെന്റിൽ എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ യൂസ്? ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓർക്കുന്നുണ്ടോ? ഗ്രേഡിയന്റും അതുപോലെ തന്നെ Laplacian operator, that is first order derivative and second order derivative are used to sharpen the image അല്ലെ? എഡ്ജസ്, ബൗണ്ടറീസ് ഇതൊക്കെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി, ഇമേജ് ഷാർപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് Laplacian and
gradient operator or first order derivative or second order derivative in image segmentation. എന്തിനായിരുന്നു നമ്മളത് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് സൗമ്യ? എന്തിനാ ശിശിര കേൾക്കുന്നില്ല പറയുന്നത്? ബ്ലറിങ് അത് കുറച്ചും എന്താ പറയാ ഇതാക്കി വെക്കണിട്ട് പാർട്സ് ആക്കി. ഇമേജ് സെഗ്മെന്റ് അതിനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പോർഷൻസ് ഞാൻ മുമ്പ് എടുത്തതാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. തേർഡ് മോഡ്യൂൾ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇതിൽ പറയേണ്ടത്. ആക്ച്വലി ഈ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഈ 5th മൊഡ്യൂളിലാണ്. ഏത് ടോപ്പിക് പറയുമ്പോഴാണ് ഞാനത് പറഞ്ഞത് ലാപ്ലേഷനും. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എന്തിനായിരുന്നു ലാപ്ലേഷനും പിന്നെ ഗ്രേഡിയന്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്തത്? അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത് അഭിജിത്ത്? അല്ല, എഡ്ജസും ബൗണ്ടറീസും ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ സെഗ്മെന്റേഷനിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് ദീസ് ടെക്നിക്സ് ടു ഫൈൻഡ് എഡ്ജസ് ആൻഡ് ബൗണ്ടറീസ്. എഡ്ജസും ബൗണ്ടറിയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാപ്ലേഷനും ഗ്രേഡിയന്റും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ദേ ആർ ഷാർപ്പണിങ് ഫിൽട്ടേഴ്സ് അല്ലെ. അത് ഇമേജ് ഷാർപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എഡ്ജസും ബൗണ്ടറീസും ഒക്കെ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ in the application of image segmentation we are using gradient and Laplacian operator to enhance edges or to detect edges from an image. ഓക്കെ, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിൽ തന്നെ ഗ്രേഡിയന്റ് ലാപ്ലേഷനിൽ നിങ്ങൾ അതിന്റെ ലാപ്ലേഷൻ കേർണൽ നിങ്ങൾ 2-3 ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്രേഡിയന്റിൽ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ നിങ്ങൾ പ്രിവിറ്റ്, സോബൽ, അതുപോലത്തെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഐ മീൻ മാസ്ക്സ് അല്ലെ, ഈ പ്രിവിറ്റ്, സോവൽ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റോബർട്ട്സ് ക്രോസ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കും, അതൊക്കെ എന്താണെന്ന് ആ മാസ്ക് പഠിച്ചിരിക്കണം. അപ്പൊ ഇവിടെ you are asked to apply Laplacian operator for the given image അല്ലെ. അതാണ് ഇപ്പൊ ഈ ഇമേജിൽ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യത്? ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇക്വേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അങ്ങ് മറിച്ച് നോക്കി എടുത്തിട്ട് എങ്ങനെയായിരുന്നു പറഞ്ഞു? ഡെൽ സ്ക്വയർ ഓഫ് ഇവിടെ നിൽക്കുന്നത് കാണിച്ചു. മാസ്ക് മാത്രമേ കാണിച്ചിട്ടോ. ഓക്കെ, നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇക്വേഷൻ? പറ. അതായത് 2 ഡയറക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഡെൽ സ്ക്വയർ ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഡെൽ സ്ക്വയർ ഓഫ് എഫ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഡോ സ്ക്വയർ ഓഫ് എഫ്, dou square f by dou x square plus dou square f by dou y square. സോ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മുടെ ഇക്വേഷൻ വൈസ് നിങ്ങൾ എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു കിട്ടിയത്? f of x dou square f by dou x square na f of x plus 1 y plus f of x plus y x minus 1 y. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? f of x plus 1 y plus f of x minus 1 y. So this is in the x direction. Okay, minus എന്തായിരുന്നു കിട്ടിയത്? f of x y. f of x y എന്നാണ് എഴുതിയത്. 2f of x y. Oh, 2f of x y. 2 into f of x y. Similarly you can write d square dou square f by dou y square as f of x comma y plus 1 plus f of x comma y minus 1 minus 2 into f of xy. സോ ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് ഇക്വേഷൻ കിട്ടും അല്ലേ. ഡോ സ്ക്വയർ എഫ് ഐ മീൻ ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇത് രണ്ടും കോമ്പിനേഷൻ ആയിരിക്കും. സോ
ഇതുപോലെ പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു ക്യാൻ ഡെവലപ്പ് എ മാസ്ക് അല്ലെ. ആ മാസ്കും കൂടി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മാസ്ക്? അപ്പൊ ഇവിടെ നോക്കുക നിങ്ങൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? എഫ് ഓഫ് എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോഴും എഫ് ഓഫ് എക്സ് മൈനസ് വൺ എന്നൊക്കെ വരുമ്പോഴും ഏതാണ് മാസ്ക്, ഐ മീൻ ഏത് പിക്സലിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെ മാസ്കിന് നമുക്ക് എഴുതാം, രണ്ട് രീതിയിൽ എഴുതാം. അതിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നിങ്ങൾ റെപ്രസെന്റേറ്റ് എഴുതുന്ന കാണുന്നുണ്ട്. അപ്പം ഇതിലിപ്പം ഈ ഒരു ഫിഗർ കാണിച്ചാൽ നിങ്ങൾക്ക് കണ്ടോ ലാപ്ലേഷ്യൻ മാസ്ക് കൂടെ എഴുതിയിട്ടുണ്ട്. രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന്, ഇത് നമ്മൾ ഈ ഡെൽ സ്ക്വയർ ഡയഗണൽ എലമെന്റ്സിനെ കൂടി കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ ഈ സെക്കൻഡ് മാസ്ക് യൂസ് ചെയ്യാം. നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഐ മീൻ ഡയഗണൽ എലമെന്റ്സിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇവിടെ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും നമ്മുടെ മാസ്ക്? എങ്ങനെ എഴുതുക? എങ്ങനെ എഴുതുക അഭിജിത്ത് പറ. ഈ മാസ്ക് ഇവിടെ എഴുതുക, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ച് ഈ മാസ്ക് ഇവിടെ എഴുതും അല്ല. ഇതാണ് ലാപ്ലേഷ്യൻ മാസ്ക്. അപ്പോൾ ലാപ്ലേഷ്യൻ മാസ്ക് എങ്ങനെ എഴുതാം നമുക്ക്? അക്കോർഡിംഗ് ടു യുവർ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും വരിക? 1 1 1 1 മൈനസ് 4 എന്ന് വരും. ഇതാണ് മാസ്ക്. സോ ദിസ് ഈസ് ഡെൽ സ്ക്വയർ എഫ്. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? സൗമ്യ ക്ലിയർ ആണോ? ഇല്ല സാർ, ആ മാസ്ക് എങ്ങനെ എഴുതിയ മനസ്സിലായില്ല. മാസ്ക് എഴുതി നോക്ക്, നിങ്ങൾ ആ ഇക്വേഷൻ നോക്കിയാൽ കിട്ടൂലേ? നോക്കിയതാ, ഇവിടെ നോക്കിയാ. ഇപ്പം I am going to write the mask. Okay, so here this is f of xy. Okay, ഈ സെൻട്രൽ പിക്സൽ ആണ് നമ്മുടെ f of xy എന്ന് പറയുന്നത്. Okay, അപ്പം what do you mean by del square f? How can you write del square f? Dou square f by dou x square, dou square f by dou y square. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയില്ലേ? മനസ്സിലായോ സൗമ്യ? അത് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഇപ്പം ഇവിടെ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആഡ് ചെയ്തത് എഴുതാം. സോ ഇക്വേഷൻ becomes f of x plus 1 comma y, f of x minus 1 comma y, okay, plus f of x comma y plus 1 plus f of x comma y minus 1 minus 4f of xy. So this is our equation, del square of. Okay. ശിശിര ക്ലിയർ ആണോ പറഞ്ഞ? ഇക്വേഷൻ എഴുതി മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഹർഷ ക്ലിയർ അല്ല? ദീപ്തി എല്ലാവർക്കും മനസ്സിലായോ? അരുൺ? Okay, now we are creating a mask according to this equation. അപ്പോൾ ഇവിടെ നോക്കിയേ f of x, ഇത് ഈ ടേം വരുന്ന പൊസിഷനിൽ മാത്രം നമ്മൾ 1 ഇട്ട് കൊടുക്കും, അല്ലാത്ത സ്ഥലത്ത് നമ്മൾ 0 ആക്കും. അപ്പം this is your center pixel f of x plus y. Okay, and what is f of x plus 1 comma y? f of x plus 1 comma y എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? ഏത് പിക്സൽ ആയിരിക്കും വരിക? There is an increment in x direction but no increment in y direction. So this will be the pixel. ഇതല്ലേ f of x plus 1 comma y എന്ന് പറയുന്നത്? ഈ പിക്സലിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സൗമ്യ ക്ലിയർ ആണോ? f of x plus 1 comma y will be here. അപ്പോൾ അവിടെ 1 നമ്മൾ ഇട്ടു അല്ലേ? ഇനി f of x minus 1 comma y ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് is 1. Okay, similarly f of x minus y plus 1, f of x comma y plus 1, that will be here, and similarly f of x comma y minus 1 can be, the coefficient is 1 here. ഇനി അതുപോലെ തന്നെ f of x comma y ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ വരുക? എന്താ വരുന്നത്? -4. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ -4 എഴുതി.
ഓക്കെ, അങ്ങനെയാണ് ഈ മാസ്ക് കിട്ടിയത്. മനസ്സിലായോ പറഞ്ഞേ? സാർ അപ്പോൾ എല്ലാ പ്രോബ്ലത്തിനും ലാപ്ലേഷ്യൻ മാസ്ക് ഇതേ പിക്സൽ വാല്യൂ തന്നെയല്ലേ വരുമോ? ഇതേ പിക്സൽ എഴുതിയാൽ മതി നിങ്ങൾ. ഇനി ഇൻ കേസ് ഇപ്പം നിങ്ങളോട് ഇപ്പം ഡയഗണൽ അല്ലെങ്കിൽ ഇപ്പം സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എഴുതും. നമ്മൾ രണ്ട് വേറെ മാസ്ക് എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഡെൽ സ്ക്വയർ എഫ് വെച്ചിട്ട് ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോറി, ഇതുണ്ടോ ഈ ഒരു മാസ്ക്? ഇവിടെ നമ്മൾ ഡയഗണൽ പിക്സൽസും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഡയഗണൽ പിക്സൽസ് വരുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് മൈനസ് വൺ കൊമ വൈ മൈനസ് വൺ വരും, എഫ് ഓഫ് എക്സ് പ്ലസ് വൺ കൊമ വൈ പ്ലസ് വൺ. അതുപോലെ ഇവിടെയുള്ള ഡയഗണൽ ഇതിന്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട്, ഐ മീൻ കോഎഫിഷ്യന്റ് എന്താ അവിടെ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയും കൂടി 1 വരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുക, നിങ്ങൾക്കിപ്പം ചെറിയ മാർക്കിനാണ് ആ പ്രോബ്ലം ചോദിച്ചതെങ്കിൽ ഈ ഒറ്റൊരു മാസ്ക് വെച്ചിട്ട് മാത്രം ഇതിനെ ഐ മീൻ ഫിൽട്ടർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സെഗ്മെന്റ് ചെയ്ത ഓപ്പറേഷൻ ഡിറ്റക്ഷൻ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസിൽ ഇപ്പം വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 2 മാസ്ക് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യണം അല്ലേ? ഇതുവരെ മനസ്സിലായോ പറഞ്ഞത്? രോഹിത് ക്ലിയർ ആണോ പറയുന്നത്? പാർവതി? ഓക്കെ, അപ്പം ഇവിടെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ യു ഗോട്ട് യുവർ മാസ്ക്. ഓക്കെ, നൗ യു ആർ ഗോയിങ് ടു അപ്ലൈ ദാറ്റ് മാസ്ക്. ഈ മാസ്ക് ഇല്ലാതെ വേണമെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ ഈ മാസ്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യാം. അതോടെ ആൻസർ ആയി. അപ്പം ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുക എപ്പോഴും എന്തായിരിക്കും? ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും റീപ്ലേസ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ മാർക്കഡ് പിക്സൽ ഉണ്ട്, അതൊന്നും റൗണ്ട് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ. അപ്പൊ ആ പിക്സലിനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ വേറെ പിക്സൽ ഇപ്പുറത്തുള്ള കംപ്ലീറ്റ് ഇമേജിനെ ചെയ്യണമെങ്കിൽ ഓരോ മാസ്കിനെ ഷിഫ്റ്റ് ചെയ്ത് ചെയ്യണം. സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ച മാസ്ക് ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ അഭിജിത്ത്? ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്താൽ മതി? ഇനി അതിന്റെ സം എടുത്താൽ മതി. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സം എടുക്കുക. അത് സെൻട്രൽ പിക്സലിന് മാത്രം നിങ്ങൾ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ബാക്കി ഉള്ള പിക്സൽസ് ഡയഗണൽ പിക്സൽസിന് 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ബാക്കി പിക്സൽസിന് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ആൻഡ് യു വിൽ ഗെറ്റ് എ റിസൾട്ട്. ആ വാല്യൂ ആയിരിക്കും നിങ്ങൾ സെൻട്രൽ പിക്സലിനെ വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ശിശിര ക്ലിയർ അല്ലേ പറഞ്ഞത്? സനില മനസ്സിലാവുന്നില്ല? ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്യാം. എന്തുവരും? 0 into 1 plus 2 into 1 plus 0 into 3, 3 into 1 plus -4 into 4 plus 5 into 1 plus 5 into 0, 6 into 1 plus 7 into 0. ആ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും. കിട്ടിയോ അഭിജിത്ത്? കിട്ടിയോ ആൻസർ? 16 അല്ലേ? 16 ഒന്നുമല്ല, എല്ലാവർക്കും അതാണോ വരുന്നത്? സൗമ്യ കിട്ടിയോ? 16 ആണോ വരുന്നത്? അല്ല, എനിക്ക് 0 ആയിപ്പോയി. 0 ആവില്ല ഒരിക്കലും. 0 ആവണമെങ്കിൽ that image should be constant value. Image should have constant pixel values.
അതെല്ലാം ആഡ് ചെയ്യുന്നല്ലേ വേണ്ടേ? ജസ്റ്റ് ആഡ് ചെയ്യാം. രണ്ടും മൂന്നും. ശിശിര കിട്ടിയോ? ഇല്ല സർ, ചെയ്യുന്നു. പാർവതി? ഓക്കെ. എന്തായാലും ഇത്ര വലിയ ചെയ്യാനുണ്ടോ? 1 into 2 into 1 plus 3 into 1 minus 4 into 4 plus 5 into 1 plus 6 into 1. ഈ സംഭവങ്ങൾ മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ. 2 plus 3 5 5 plus 0 വരുന്നുണ്ടല്ലോ. -16 + 16 വരൂലേ? ഓക്കെ ഫൈൻ. സെൻട്രൽ പിക്സൽ എന്താ പറഞ്ഞ അഭിജിത്ത്? സെൻട്രൽ പിക്സലായിട്ട് ആഡ് ചെയ്യണോ? സെൻട്രൽ പിക്സൽ ആഡ് ചെയ്യണം. സെൻട്രൽ പിക്സൽ ആഡ് ചെയ്യണം. ഓക്കെ. 0 വരും. 0 തന്നെ വരും. ഫൈൻ. ഇത് ആഡ് ചെയ്യുമ്പോൾ 16 വരുന്നുണ്ടല്ലോ. ഓക്കെ. 0 ആയിരിക്കും. ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി 0. ടോട്ടൽ 16 വരും, എക്സ്ക്ലൂഡിങ് സെൻട്രൽ പിക്സൽ അല്ലേ? സൗമ്യ അങ്ങനെയല്ല വന്ന 16 - 16 അല്ല? ഓക്കെ ഓക്കെ. 0 വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ. ഇതിലിപ്പോ സെൻട്രൽ പിക്സലിന്റെ കേസാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ. അപ്പൊ നിങ്ങളോട് എൻറ്റയർ ഇമേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം? ഇങ്ങനെ ചെയ്യാം അഭിജിത്ത്. ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എൻറ്റയർ ഇമേജ്. എൻറ്റയർ ഇമേജ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നാൽ, ഞാനിപ്പോൾ നമ്മൾ സെൻട്രൽ പിക്സൽ മാത്രമല്ല എൻറ്റയർ ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും നമ്മൾ? ഇവിടെയുള്ള ഈ മാസ്കിനെ നിങ്ങൾ മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെയാണ് മാസ്ക് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതിന് യു ഹാവ് ടു മൂവ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ആദ്യം ഇങ്ങനെ മൂവ് ചെയ്യിക്കണം. അപ്പം ദ സെൻട്രൽ പിക്സൽ വിൽ ബി ചേഞ്ച്. 5 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ സെൻട്രൽ പിക്സൽ കിട്ടും. സോ എന്തായാലും എന്ത് ചെയ്യണം? ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതും ഇപ്പുറത്തുള്ള ബൗണ്ടറി പിക്സൽസ് ഇല്ല, അവിടെ 0 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ then you will get 3 into 1 plus 4 into 1 plus 7 into 1 minus 5 into 4 there. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇനി അതിനുശേഷം ഇതിനെ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. മാസ്ക് വിൽ ബി മൂവ് ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ. അതുപോലെ തന്നെ മുകളിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള എല്ലാ പിക്സൽസിനെയും you have to consider as a center pixel. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ മൂവ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് പിക്സലിനെ റീപ്ലേസ് ചെയ്തിട്ട് എഴുതുക. മനസ്സിലാകുന്നുണ്ടോ സൗമ്യ പറഞ്ഞ? ഓക്കെ. അരുൺ ക്ലിയർ അല്ലേ പറഞ്ഞ? എൻറ്റയർ ഇമേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പിക്സൽസിനെയും റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം ആ മാസ്ക് വെച്ചിട്ട്. ലാപ്ലേഷന്റെ മാസ്ക് മാത്രമല്ല, ഏതാണെങ്കിലും ഇപ്പം ആവറേജ് ഫിൽറ്ററിംഗ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിലും മീഡിയൻ ഫിൽറ്റർ ആണെങ്കിലും ഏതാണെങ്കിലും എൻറ്റയർ ഇമേജിനെ നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ഓൾ പിക്സൽസ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവർ പറയും സെൻട്രൽ പിക്സൽ മാത്രമാണ് പറയുന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ പിക്സലിനെ മാത്രം റീപ്ലേസ് ചെയ്തിട്ട് എഴുതും. മാത്രം കൺസിഡർ ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ മാസ്ക് അവിടെ വെച്ചിട്ട് എഴുതും. ഓക്കെ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ എഴുതിക്കോളൂ. അപ്പം യു ക്യാൻ അപ്ലൈ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എഴുതുക. ഇത് ക്ലിയർ ആയിട്ടില്ലേ പറഞ്ഞു? അപർണ ക്ലിയർ അല്ല? അനുവിന്റെ so you can write the same problem. ഇതേ I mean
ഇത് ഇമേജ് തന്നെ എടുക്കും. എഫ് ഓഫ് എം എൻ ഇസ് ഇക്വൽ ടു 1 2 3 3 4 5 and 5 6 7. ഓക്കെ, ഇത് കൂടെ എഴുതുക. കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ compute the magnitude and direction. Compute magnitude and direction of the center pixel using Privet kernel. Using Privet kernel. Okay. Compute the magnitude and direction of the gradient for the marked pixel using Privet kernel. A marked pixel, center pixel അവിടെ മാർക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ. Okay. So what is your image of MN? 1 2 3 3 4 5 5 6 7. So this is our image. Okay, and center pixel is the mark. So you have to find, you have to apply magnitude and direction of that particular center pixel using Privet kernel, Privet gradient operator. So what is the equation for general equation for gradient operator to find magnitude? എന്താണ് gradient operator? നമ്മൾ നേരത്തെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എടുത്തതിന് പകരം ഹിയർ യു ആർ യൂസിങ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ, that is equal to gradient operator G. Okay, so ഇതിൽ നിങ്ങളുടെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് യു ഹാവ് ഓൾറെഡി ലേൺഡ്. Okay, Privet, Sobel, Roberts cross gradient. So these operators are the examples of gradient operator, right? First order derivative operator, gradient operator. You are asked to find out the magnitude and direction of that particular operator using Privet kernel. Privet kernel വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യും? Privet മാസ്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ അഭിജിത്ത്? ഏത് ഇക്വേഷൻ ഇല്ലേ? ഇക്വേഷൻ അതന്നെ. ഇക്വേഷനിൽ ഏതൊരു ഇക്വേഷൻ ഓർ മാസ്ക്, രണ്ടും ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാസ്ക് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ മാസ്ക് ഓർത്ത് വെച്ചാൽ മതി, ഇക്വേഷൻ അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ പ്രിവിറ്റ് എങ്ങനെയായിരുന്നു എഴുതിയ നമ്മള്? F is equal to mod of Z7 plus Z8 plus Z9 minus. അപ്പൊ അതിൽ രണ്ട് മാസ്ക് കളിക്കും നോക്കുകയാണെങ്കിൽ. സോ യു ഹാവ് 2 മാസ്ക് നോക്കാൻ പ്രിവിറ്റ്. ഇതല്ല നിങ്ങൾ എഴുതിയത് ഇക്വേഷൻ? ഇതല്ല അഭിജിത്ത? സോ ദിസ് ഈസ് ജി എക്സ്, അതായത് ദിസ് ഈസ് ദ മാസ്ക് ഫോർ എക്സ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് ദ മാസ്ക് ഫോർ വൈ ഡയറക്ഷൻ. അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. സോ ജി എക്സ് എന്ന് പറയുന്നത് എന്താ വരുമോ? ജി എക്സ് അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ എക്സ് -1 -1 -1 0 0 0 1 1 1. This is dou f by dou x. Similarly, dou f by dou y. Okay. -1 -1 -1
0 0 0 1 1 1. Clear? Okay, now you can perform mask operation, mask processing on this image using these masks, both these matrices. Okay, and you will get an, you have to add the result. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇത് രണ്ടും യൂസ് ചെയ്യാം. നമ്മൾ ഇതാണ് ഈ രണ്ട് മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യാം, അല്ല നേരത്തെ ചെയ്ത പോലെ. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യാം. കിട്ടുന്ന രണ്ട് റിസൾട്ട് നമ്മൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഹർഷ് ക്ലിയർ ആണോ പറഞ്ഞ? ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഏറ്റവും താഴെയുള്ള റോ എന്ത് ചെയ്യുക, മുകളിലുള്ള റോ താഴെയുള്ള റോ എന്ന് മൈനസ് ചെയ്യുക, അല്ലെ? 5 - 1 6 - 2 7 - 3 അതാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പൊ അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടി. അത് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതിയ ഇക്വേഷനും, അല്ല? ഇക്വേഷൻ എങ്ങനെ എഴുതിയിട്ടുള്ള കണ്ടില്ലേ? ഏതൊരു നിങ്ങളിത് ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടും. സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് കോളം മൈനസ് ഫസ്റ്റ് കോളം, എലമെന്റ്സ് ഇൻ ദ ലാസ്റ്റ് കോളം മൈനസ് എലമെന്റ്സ് ഇൻ ഫസ്റ്റ് കോളം. സോ then you will get ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, ഇതിന്റെ ടോട്ടൽ സം ആയിരിക്കും നമ്മുടെ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രിവിറ്റ് ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ വരും? 2 എത്ര? 12. 12 ആണ് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് 12. Similarly, you can find dou f by dou y. 6 ആ വരുന്നത്, അല്ല? എന്താ വന്നത്? 6. Dou f by dou y is 6. And what is del f or gradient of this operator? ഇത് പ്രിവിറ്റ് ആണ്. പ്രിവിറ്റ് ആണ്. നിങ്ങളോട് ഇപ്പം സോബലാണെങ്കിൽ ആ മാസ്ക് നോക്കണം. there will be a change, slight change in സോബൽ operator. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് വരും? 18 will be your result. ദീപ്തി ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആയി. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻ ഓൾസോ. അപ്പൊ ഡയറക്ഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? Direction means that particular, angle of that particular pixel. And angle കൂടി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ കണ്ടുപിടിക്കാം. So this is the equation for angle. Alpha of xy, alpha of f of angle. എന്താണ്? PPT അപ്ലോഡ് ചെയ്യും. ലിൻവേസിൽ PPT അപ്ലോഡ് ചെയ്തിട്ടല്ലോ. മനസ്സിലാകുന്നില്ല. സ്ലൈഡ്സ് ആ, ലിൻവേസിൽ അപ്ലോഡ് ചെയ്യുമോ? ഇൻവെസ്റ്റ് ചെയ്താൽ സ്ലൈഡ്സ് ചെയ്യാം. ഞാൻ കുറച്ച് സ്ലൈഡ് ഞാൻ ഞങ്ങൾക്ക് വാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഹർഷിനായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. സ്ലൈഡ്സ് ഞാൻ ചെയ്തുതരാം. അവസാനം ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇതുവരെ ഉള്ളെല്ലാം ഞാൻ ചെയ്തുതരാം. എല്ലാത്തിൻ്റെ ഇല്ല സ്ലൈഡ്, എല്ലാ മോഡ്യൂളിലും സ്ലൈഡ് ഇല്ല. ഉള്ളത് ഞാൻ അയച്ചു തരാം. പിന്നെ അതിൻ്റെ അകത്ത് വെച്ചാൽ കുറച്ച് നിങ്ങൾ ഷോർട്ട് ചെയ്യേണ്ടി വരും.
ഓക്കെ, ഇത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചില ടോപ്പിക്സ് വേണ്ടാത്ത സ്ലൈഡ്സിലുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചോ. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേയൊക്കെ സിമിലർ ആണ് നിങ്ങളുടെ ഇത് പഠിക്കേണ്ടത്, എസ്പെഷ്യലി സെഗ്മെന്റേഷൻ, അതുപോലെ നിങ്ങളുടെ ഇതിലൊക്കെ എൻഹാൻസ്മെന്റിലൊക്കെ സ്ലൈഡ് തന്നെ നന്നായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഞാനത് ഷെയർ ചെയ്ത് തരാം. ഇനി ഹൗ ടു ഫൈൻഡ് ഔട്ട് ആംഗിൾ ഓർ ഡയറക്ഷൻ. ഇപ്പോൾ ഡയറക്ഷൻ പഠിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? tan inverse gy by gx, that is tan inverse your dou f by dou x, dou f by dou y divided by dou f by dou x. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗിൾ കിട്ടും. ഇപ്പൊ എന്താ വരുക? tan inverse dou f by dou y എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ആൽഫ ഓഫ് എഫ് ഓഫ് എം. ഓക്കെ, dou f by tan inverse, sorry, tan inverse dou f by dou y divided by dou f by dou x. ഇപ്പൊ എന്താ വരിക? പറ. tan inverse, what is the value of dou f by dou y? 6/12. 6/12. Okay, so this is the angle 1/2. tan inverse 1/2 കണ്ടുപിടിച്ചാൽ that will be the direction of that particular pixel, center pixel. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ചോദിക്കാം. നേരത്തെ കേസിൽ നിങ്ങൾക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ഡെൽ സ്ക്വയർ എഫ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ എന്താണ്? del square f by dou square f by dou y square divided by dou square f by dou x square കണ്ടുപിടിച്ചിട്ട് അതിന്റെ tan inverse എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ അഭിജിത്തെ പറഞ്ഞത്? അവിടെ പ്രത്യേകമായിട്ടില്ലല്ലോ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ വേറെ തന്നെ ഇതില്ലല്ലോ, കണ്ടുപിടിക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടല്ലോ. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടല്ലേ നമ്മൾ ഡെൽ സ്ക്വയർ എഫ് എഴുതിയത്. -2f of xy എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നില്ലേ? അപ്പോ സെന്ററിൽ 2 വരുമോ? സെന്ററിൽ 2 വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. സെപ്പറേറ്റ് മാസ്ക് ആയിട്ട് എഴുതണം. അത് സെന്ററിൽ 2 വെച്ചിട്ട് എഴുതുക. മറ്റേത് രണ്ടും കൂടി വരുമ്പോൾ അതിനകത്ത് ജനറലി ലാപ്ലേഷനിൽ ഡയറക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. സോ കൂടുതലും ഗ്രേഡിയന്റ് ചോദിക്കുമ്പോഴാണ് ഡയറക്ഷൻ കൂടി ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ആ വാല്യൂ കണ്ടുപിടിക്കുക. അതായിരിക്കും എന്താ പറയുക, ഡെൽ സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ റേഷ്യോ എടുത്ത് tan inverse കണ്ടുപിടിച്ചാൽ അത് കോമൺ ഇക്വേഷൻ ആണ്, ജനറൽ ഇക്വേഷൻ ആണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് നോക്കുക. ആ മാസ്കുകൾ നിങ്ങൾ നീറ്റായിട്ട് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. പ്രിവിട്ട് മാത്രമല്ല, സോബൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെന്താ പഠിച്ച റോബർട്ട്സ് ക്രോസ് ഗ്രേഡിയന്റ് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും മാസ്കുകൾ പഠിക്കുക. സോ ഇത് ആക്ച്വലി സെഗ്മെന്റേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. നമ്മളത് ഇതിലും ഉണ്ട്. എൻഹാൻസ്മെന്റിന്റെ കേസിലാണെങ്കിൽ ദീസ് ഓപ്പറേറ്റേഴ്സ് വിൽ ആക്ട് ആസ് എ ഷാർപ്പണിംഗ് ഫിൽറ്റർ, ബട്ട് ഇൻ ദ കേസ് ഓഫ് segmentation you can use it as to find out edges and boundaries and discontinuities. അപ്പോൾ അവിടെ നടക്കുന്ന ഷാർപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് എഡ്ജസും ബൗണ്ടറീസും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.